ഹലോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന ചാപ്റ്ററിനകത്തെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ദയവായി ഇത് ഒന്നിലധികം തവണ കേൾക്കാനെ കൊണ്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കാനെ കൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ പറയുന്ന എക്സാമ്പിളുകളും കാര്യങ്ങളുമെല്ലാം ദയവായി നിങ്ങൾ കേൾക്കാനെ കൊണ്ടും മനസ്സിലാക്കാനെ കൊണ്ടും ശ്രമിക്കുക. അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ക്ലാസ്സിലിരിക്കുക. സോ നൗ വി ഡിസ്കസ്ഡ് അബൌട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ശരിക്കും കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും സാധനം വാങ്ങിയവൻ്റെ കയ്യിലേക്ക് സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കച്ചവടത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ആണ്. അപ്പോൾ ഇവിടെ ഏതൊരു സമയത്താണ് കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് എന്നറിയാൻ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ആ സാധനം കൈമാറ്റം ചെയ്യുന്ന സമയത്തായിരിക്കും സെല്ലർ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റിയിട്ട് ബയ്യർ അതിൻ്റെ റിയൽ ഓണറായിട്ട് മാറുന്നത്. ആ റിയൽ ഓണറായി മാറുന്ന സമയം വരെ സെല്ലറിൻ്റെയും ബയ്യറിൻ്റെയും അവകാശങ്ങളും ബാധ്യതകളും കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഏത് പോയിൻ്റ് ഓഫ് ടൈമിലാണ് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കണം. ഈ താലികെട്ടിനുള്ള മുഹൂർത്തം എന്ന് പറയത്തില്ലേ, ലൈക്ക് ദാറ്റ് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഉണ്ട്. ആ സമയത്തായിരിക്കും സെല്ലറുടെ കയ്യിൽ നിന്നും ബയ്യറുടെ കയ്യിലേക്ക് ഈ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ സമയത്തും സെല്ലറുടെ റൈറ്റ്സ് എന്താണ്, ഒബ്ലിഗേഷൻസുകൾ എന്താണ്, ബയ്യറുടെ റൈറ്റ്സ് എന്താണ്, ബയ്യർ ഒബ്ലിഗേഷൻസുകൾ എന്താണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ധാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 18 മുതൽ സെക്ഷൻ 25 വരെയാണ് സെല്ലറുടെ കയ്യിൽ നിന്ന് ബയ്യറുടെ കയ്യിലേക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റൂളുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന ടോപ്പിക്കുകൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നാണ് അർത്ഥം. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്നാൽ അതിനർത്ഥം ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്, സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്നുമാണ് അർത്ഥം. ഓക്കെ, ശരി, ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Now we discuss the most important aspects, that പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി. എപ്പോഴാണ് ഈ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്തത്? ഒന്ന്, ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻ. കൃത്യമായും സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സാധനങ്ങൾ അസർട്ടൈൻഡ് ആയിരിക്കണം. അസർട്ടൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അസർട്ടൈൻഡ് ഗുഡ്സ്, അതായത് കൃത്യമായി അളന്ന് തൂക്കിയിട്ടുള്ള സാധനങ്ങൾ ആയിരിക്കണം, കണക്കുള്ള സാധനങ്ങളായിരിക്കണം. ആഴിയിൽ കളഞ്ഞാലും അളന്നേ കളയാവൂ എന്ന് പറയില്ല. അസ് ലൈക്ക് ദാറ്റ്. നോക്കിക്കോളൂ, ആസ് പെർ സെക്ഷൻ 18, ഇൻ എ കോൺട്രാക്ട് ഫോർ എ സെയിൽ ഓഫ് അൺഅസർട്ടൈൻ ഗുഡ്സ്, the property in goods does not pass to buyer unless and until the goods are ascertained. അതായത് ഒരു സാധനം കൃത്യമായി അളക്കാതെയൊക്കെ വെക്കുകയാണ്, അത് കച്ചവടക്കാരൻ വാങ്ങുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും എന്ത് എടുക്കണം? അസർട്ടൈൻ ചെയ്തിരിക്കണം, അളന്നിട്ടേ കൊടുക്കാവൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻഡ്. രണ്ടാമത്തത്, ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ഫോർ സച്ച് ട്രാൻസ്ഫർ. അതായത് ബയ്യർ സാധനം എന്തിനാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ സെല്ലർ, ചെറിയൊരു ധാരണയെങ്കിലും സെല്ലർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ധാരണയൊന്നും ഇല്ലെങ്കിൽ സെക്ഷൻ 20 മുതൽ 24 വരെയുള്ള ചില റൂളുകൾ ഉണ്ട്. ആ റൂളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ആസ് പെർ സെക്ഷൻ 19 സബ്സെക്ഷൻ 2, ഇൻ എ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്, ദ പ്രോപ്പർട്ടി ഇൻ ദം ഈസ് ട്രാൻസ്ഫർഡ് ടു ദ ബയ്യർ അറ്റ് എ സച്ച് ടൈം as the parties to the contract intended to be transferred. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 19 സബ്സെക്ഷൻ 2 പറയുകയാണ്, സ്പെസിഫിക് ഗുഡ്സോ അസർട്ടൈൻ ഗുഡ്സോ ആണ് എങ്കിൽ അത് ബയ്യറുടെ കയ്യിൽ നിന്നും സെല്ലറുടെ കയ്യിലേക്ക് പോകുന്നത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടേക്കുന്ന വ്യക്തികൾ പറയുന്ന സമയത്ത് ആയിരിക്കണം.
ഓക്കെ, ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ഈസ് അസർട്ടൈൻഡ് ഫ്രം ദ ടേംസ് ഓഫ് കോൺട്രാക്ട്, ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ആൻഡ് ദ സർക്കംസ്റ്റാൻസ് ഓഫ് ദ കേസ്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി രണ്ട് വ്യക്തികൾക്കും അവർ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു കരാറിനകത്തുള്ള കോൺട്രാക്റ്റുകൾ ടേംസുകൾ വെച്ചോ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ചോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സാധനങ്ങൾ നൽകുന്നത് എന്നുള്ളതിനെ പറ്റി ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾക്കും ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി വെൻ ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് കനോട്ട് ബി അസർട്ടൈൻഡ്, എന്തിനു വേണ്ടിയാണ് ഈ സാധനങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്തത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂട്ട് സെക്ഷൻ 20 മുതൽ 24 വരെയുള്ള റൂളുകൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻറ്റൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യമേ സ്പെസിഫിക് ഗുഡ്സ് ആണ്. നോക്കിക്കോളൂ, സ്പെസിഫിക് ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ് ചെയ്യുക? ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് വിൽക്കാൻ പാകത്തിലാണ് സ്പെസിഫിക് ഗുഡ്സ് ഇരിക്കുന്നത് എങ്കിൽ. ഇൻ ആൻ അൺകണ്ടീഷണൽ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്, the property in the goods passes to the buyer when the contract is made, and it is immediately whether the time of payment of the price or the time of delivery of goods or both is postponed. നോക്കിക്കോളൂ, ഇൻ ആൻ അൺകണ്ടീഷണൽ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്, അതായത് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറയാത്തൊരു കോൺട്രാക്റ്റ് ആണ്. അവിടെ സാധനങ്ങൾ വിൽക്കാൻ പാകത്തിൽ വിൽക്കുകയാണ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസസ് ടു ദ ബയർ വെൻ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്, എപ്പോഴാണോ കോൺട്രാക്റ്റ് വാങ്ങിക്കുകയും, ആൻഡ് അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഓർ ദ ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ ബോത്ത് പോസ്റ്റ്പോൺ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഇമ്മീഡിയറ്റിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റിപ്പോയതാണ്, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, അതേപോലെ തന്നെ കാശ് കൊടുത്തോ അല്ലെങ്കിൽ സാധനം കൈമാറ്റം ചെയ്യുന്ന സമയം മാറ്റിപ്പോയോ എന്നുള്ളതൊക്കെ എന്താണ്, ഇമ്മെറ്റീരിയലാണ്. അപ്പം ഒരു സ്പെസിഫിക് ഗുഡ്സ് അത് ഡെലിവറബിൾ സ്റ്റേറ്റിലാണ് എങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് മാറുന്നത് എപ്പോഴായിരിക്കും? വെൻ ദ കോൺട്രാക്റ്റ് ഈസ് മെയ്ഡ്, എപ്പോഴാണോ കോൺട്രാക്റ്റ് മാറുന്നത്. ഓക്കെ, അതായത് ഇവിടെ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഉടമസ്ഥാവകാശമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പാസസ് ടു ദ ബയറിലേക്ക് മാറും എപ്പോഴാണ്? വെൻ ദ കോൺട്രാക്റ്റ് ഈസ് മെയ്ഡ്, എപ്പോഴാണ് ഈ കോൺട്രാക്റ്റുകൾ നമ്മൾ വെക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ, ഓക്കെ, പ്രാധാന്യമില്ല, വെദർ ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഓർ ദ ടൈം ഓഫ് ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ഓർ ബോത്ത് ഈസ് പോസ്റ്റ്പോൺഡ്. ഓക്കെ, അതായത് കാശ് കൊടുക്കുന്ന ഡേറ്റോ സാധനം കൊടുക്കുന്ന ഡേറ്റോ സമയമോ ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അത് യാതൊരു തരത്തിലുള്ള വിഷയമുള്ള കേസുകളല്ല. സ്പെസിഫിക് ഗുഡ്സ് ആണോ അതിൻ്റെ ഓണർഷിപ്പ് എപ്പോൾ മാറ്റും? വെൻ ദ കോൺട്രാക്റ്റ് ഈസ് മെയ്ഡ്. ഓക്കെ, സെക്ഷൻ 20 അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. Goods are to be in a deliverable state when they are in such a state that the buyer would under the contract is bound to take delivery thereof. അതായത് ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സാധനം വാങ്ങിച്ചേക്കുന്ന വ്യക്തിക്ക് അത് കൊണ്ടുപോകാൻ പറ്റുന്ന ഭാഗത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്ന് പറയും ഡെലിവറബിൾ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തത് സ്പെസിഫിക് ഗുഡ്സ് തന്നെയാണ്, ബട്ട് ടു ബി പുട്ട് ഇൻ ടു ഡെലിവറബിൾ സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിലല്ല. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിലേക്കാക്കണം. ടു ബി പുട്ട് ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ്, കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിലേക്കാക്കണം. നോക്കിക്കോളൂ, വേർ ദർ ഈസ് എ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ദ സെല്ലർ ഈസ് ബൗണ്ട് ടു ഡു സംതിങ് ടു ദ ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് പുട്ടിംഗ് ദം ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ്, ദ പ്രോപ്പർട്ടി ഡസ് നോട്ട് പാസ് until such things is done and the buyer has a notice thereof. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സ് ആണ്. അതായത് നമുക്ക് വേണ്ടുന്ന സാധനം, സ്പെസിഫിക് ഗുഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് വേണ്ടുന്ന സാധനത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് പറയുന്ന പേരാണ് ദാ സ്പെസിഫിക് ഗുഡ്സ്. അപ്പം കൃത്യമായ സ്പെസിഫിക് ഗുഡ്സ് ആണ്, പക്ഷേ അതിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എങ്കിൽ എപ്പോഴാണോ ഈ സാധനത്തെ ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം എന്ത് ചെയ്തിരിക്കും? കൈമാറ്റം ചെയ്യാനെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോഴേ നമുക്ക് കോൺട്രാക്ട് ഓഫ് സെയിൽസ് ഉണ്ടാക്കാൻ പറ്റൂ. ആ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനെ കൊണ്ട് ഉടമസ്ഥാവകാശം മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ്? പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഗുഡ്സ് ആർ സ്പെസിഫിക് ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് ആണ് എങ്കിൽ തീർച്ചയായും കോൺട്രാക്ട് ഓഫ് സെയിൽസ് എപ്പോഴാണോ നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റും. ഇനി സ്പെസിഫിക് ഗുഡ്സ് ആർ ടു ബി പുട്ട് ഇൻ ടു ഡെലിവറബിൾ സ്റ്റേറ്റ്, അതായത് ഈ സാധനങ്ങളൊന്നും പൊതിഞ്ഞ് പാക്ക് ചെയ്തൊന്നും വെച്ചേക്കുമല്ല എങ്കിൽ ഈ സാധനങ്ങളെല്ലാം പിന്നെ എന്താണ് കോൺട്രാക്റ്റൊക്കെ എഴുതിയിട്ട് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് വെക്കുന്ന ഡെലിവറബിൾ ആവുന്ന സ്റ്റേറ്റ് എപ്പോഴാണോ അപ്പോൾ അതെന്തായിരിക്കും? അതിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തത് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്.
സ്പെസിഫിക് ഗുഡ്സുകൾ എന്താണ്? ഡെലിവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്, കൊണ്ടുപോകാൻ പറ്റുന്ന സാധ്യതകളാണ്. വെൻ ദ സെല്ലർ ഹാസ് ടു ഡു സംതിങ് ദെയർ ടു ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ പ്രൈസ്. ഓക്കെ, സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കാണും, പക്ഷേ ഈ സാധനത്തിൻ്റെ വില എത്രയാണ് എന്നുള്ള കാര്യം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതായത് നമ്മൾ ശരിക്കും നാട്ടിൻ പുറത്തേക്കോ അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടു ചെന്ന് ഇറക്കിയ ഉടനെ എന്ത് ചെയ്യും? ചില ആൾക്കാർ ആ സാധനം വാങ്ങിക്കാനെ കൊണ്ട് ക്യൂ നിൽക്കും, സാധനം കൊടുക്കും, അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വില ഇടുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. If there is a contract for the sale of specific goods in deliverable stage, but the seller is bound to wait, measure, test, or to do some other act or things with reference to the goods for the purpose of ascertaining the price, the property does not pass until such act or thing is done and the buyer has notice thereof. ഓക്കെ, അപ്പോൾ ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനെ കൊണ്ടൊക്കെ പാകത്തിൽ വെച്ചേക്കാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സാധനത്തിന് വില ഇട്ടിട്ടില്ല എങ്കിൽ, വിലയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൈമാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം എന്നറിയോ? നമ്മൾ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് സെയിൽസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഫോർ എ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. അതായത് ഒരു നിശ്ചിത വിലയ്ക്ക് സാധനങ്ങൾ എന്ത് ചെയ്യണം, കൈമാറ്റം ചെയ്യണം. അപ്പം വിലയില്ലാതെ നമുക്ക് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് ഗുഡ്സിൻ്റെ കഥ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഈ സാധനങ്ങൾ ഡെലിവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഡെലിവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൈമാറ്റം ചെയ്യണം. പോരാത്തതിൻ്റെ വിലയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നിശ്ചയിച്ചിരിക്കണം. അതാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഓക്കെ, അതായത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഏത് സാധനം വേണമെന്നോ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ ആ കൃത്യമായിട്ട് ആ സാധനത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാധനത്തെയാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. വേർ ദർ ഇസ് എ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് അൺഅസർട്ടൈൻ or future goods by description and goods that description and in a deliverable state are unconditionally appropriated to the contract either by the seller with the assent of the buyer or by the buyer with the assent of the seller, the property in the goods thereupon passes to the buyer. നോക്കിക്കോളൂ. Where there is a contract for the sale of uncertain or future goods by description. അതായത് നമ്മൾ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, ആ സാധനം കറക്റ്റായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അളന്നിട്ടില്ല. ഉണ്ടാകാത്ത സാധനത്തെയാണ് ഫ്യൂച്ചർ ഗുഡ്സ്, ഉണ്ടായിട്ട് മളക്കാത്ത സാധനത്തെയാണ് അല്ലെങ്കിൽ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാത്ത സാധനത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് അൺഅസർട്ടൈൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഗുഡ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഈസ് ഡെലിവറബിൾ സ്റ്റേറ്റ്. പക്ഷേ ഈ സാധനങ്ങൾ എന്താണ്, ഡെലിവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. സാധനം നമ്മൾ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന സാധനം എല്ലാം കൊടുക്കാൻ പാകത്തിൽ വെച്ചേക്കുവാണ്. ഓക്കെ, and are unconditionally appropriated to the contract either by the seller with the assent of the buyer. ഓക്കെ, കച്ചവടക്കാരന് വാങ്ങുന്നവൻ്റെ സമ്മതത്തോടു കൂടി അത് എന്ത് ചെയ്യാം, അപ്രോപ്രിയേറ്റ് ചെയ്യാം, വീതിക്കാം. അല്ലെങ്കിൽ ദ ബയർ വിത്ത് ദ അസെന്റ് ഓഫ് ദ സെല്ലർ, വാങ്ങുന്നവന് കച്ചവടക്കാരൻ്റെ സമ്മതത്തോടു കൂടിയും അത് എന്ത് ചെയ്യാം, അപ്രോപ്രിയേറ്റ് ചെയ്യാം. ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് thereupon passes to the buyer. അങ്ങനെ വീതിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്ത് ചെയ്തിരിക്കും മക്കളെ, കൈമാറ്റം ചെയ്തിരിക്കും. Such asset may be express or implied and may be given either before or after the appropriation is made. അപ്പോൾ ഈ അസെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, സമ്മതം. ഈ സമ്മതം എപ്പോൾ കൊടുക്കാം, സമ്മതം ബയ്യർക്കോ പിന്നെ പ്രോപ്പർട്ടി എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. അതേപോലെ തന്നെ ഈ വീതിയിൽ നടക്കുന്നതിന് മുമ്പോ നടത്തുന്നതിന് ശേഷമോ നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനങ്ങൾ എന്ത് ചെയ്യാം, അസർട്ടൈൻ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ സമ്മതം നമുക്ക് എന്ത് ചെയ്യാം, അസർട്ടൈൻ ചെയ്യാൻ, അസെൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, നൽകാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ഒരു വലിയ ഒരു ബേക്കറി, ആ ബേക്കറിക്കകത്ത് ഒരു വലിയ ഒരു ട്രേക്കകത്ത് അലുവ ഇരിക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് കടയിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അപ്പോൾ അലുവകളെ കൊടുക്കാനെ കൊണ്ടൊക്കെ പാകത്തിൽ വെച്ചേക്കാണ്. ഓക്കെ, ഇപ്പം ചെന്നിട്ട് പറയുകയാണ്, ചേട്ടാ എനിക്കൊരു 1.5 കിലോ അലുവ വേണം. ഓക്കെ, ഈ 1.5 കിലോ അലുവ വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ ആ വലിയ ട്രേക്കകത്തുനിന്ന് 1.5 കിലോ അലുവ വെട്ടി നമുക്ക് വെക്കത്തില്ലേ. ഓക്കെ, അപ്പം അവർ ചോദിക്കും, ചേട്ടാ ഇത്രയും മതിയോ? ചിലപ്പോൾ എന്താണ്, കറക്റ്റായിട്ട് 1/2 കിലോ എടുക്കും, തരും. അല്ലെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ 1/2 കിലോയ്ക്കകത്തൊന്ന് കുറച്ചും കൂടെ കൂടും, 550 ഗ്രാമൊക്കെ ആവും. അവർ ചേട്ടാ ഇത്ര മതിയോ, ഇതെടുക്കട്ടെ, അല്ലെങ്കിൽ 1/2 കിലോയ്ക്ക് 90 രൂപ, ചേട്ടാ ഞങ്ങൾ 100 രൂപയ്ക്ക് എടുക്കട്ടെ എന്നൊക്കെ അവർ പറയും. അപ്പോൾ എന്താണ്, നമ്മുടെ സമൂഹത്തോടു കൂടി അവർ അപ്രോപ്രിയേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ചില കടക്കാർക്കാണെങ്കിൽ പറയാം, അത് അവിടെ ആ സാധനം ഇരിപ്പുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ആവശ്യത്തിനുള്ള എടുത്തിട്ട് പൈസ തന്നാൽ മതി എന്ന് പറയാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമ്മതം എന്ന് പറയുന്നത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെന്താണ്, ചേട്ടാ അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സാധനം അത് മതിയോ എന്ന് ചോദിക്കും.
എന്ന് പറയാം. അതായത് അവർ വീതിച്ചതിന് ശേഷം നമുക്ക് സാധനം കൊണ്ടുതരും. അല്ലെങ്കിൽ എന്താണ് അവർ സാധനം നമ്മൾ അതിന് മുമ്പേ എന്തായിരിക്കും വീതിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മളതിൻ്റെ സമ്മതം നൽകിയിരിക്കും. ഓക്കെ. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഫ്രം ബയർ ടു ദ സെല്ലർ വെൻ ദ ഗുഡ്സ് ആർ അസർട്ടൈൻഡ് ദർ അൺഅസർട്ടൈൻഡ് in case of transfer of property from buyer to the seller when the goods are unascertained, the ascertainment and unconditional appropriation to the contract are two preconditions. Okay. അപ്പോൾ വീതിച്ചെടുക്കാത്ത സാധനങ്ങളാണെങ്കിൽ തീർച്ചയായും ആ സാധനങ്ങൾ വീതിക്കുകയും അൺഅസർട്ടൈൻഡ് ആണെങ്കിൽ, അൺഅസർട്ടൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാത്ത സാധനങ്ങളാണെങ്കിൽ ആ ഏത് സാധനം വേണമെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് വീതിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് നിന്നാണ് വളരെ പ്രീ കണ്ടീഷനാണ്. Ascertainment is the process by which the goods are answering to the description to the contract are identified and set apart. Ascertainment is unilateral act of seller. Appropriation involves selection of goods with the intention of using them in the performance of the contract and with the mutual consent of the seller. അപ്പം ഇവിടുമായി ബന്ധപ്പെട്ടൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഒരു പെട്ടിയിലിരിക്കുന്ന സാധനം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്തിരിക്കണം? ഒന്നാമത്തെ സാധനങ്ങൾ, ഒരു പെട്ടിയിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ആ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അതിനകത്ത് ഏത് സാധനം വേണമെന്നുള്ള കാര്യം നമ്മൾ നോക്കുകയും അത് കൃത്യമായി മളന്നവേ നമുക്ക് എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റത്തുള്ളൂ, വാങ്ങിക്കാനെ കൊണ്ട് പറ്റത്തുള്ളൂ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ സംഭവത്തിൻ്റെ ആ സെൻറ്റൻസുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. അസർട്ടൈൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഗുഡ്സ് ആൻസറിങ് ദ ഡിസ്ക്രിപ്ഷൻ ടു ദ കോൺട്രാക്ട് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് സെറ്റ് പാർട്ട്. അതായത് നമ്മൾ പറഞ്ഞേക്കുന്ന സാധനം തന്നെയാണോ ആ സാധനം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്താ, അസർട്ടൈൻമെൻറ്റ്. അതായത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അസർട്ടൈൻമെൻറ്റ് ഈസ് ദ യൂണിലാറ്ററൽ ആക്ട് ഓഫ് ദ സെല്ലർ. അസർട്ടൈൻമെൻറ്റ് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞേക്കുന്ന സാധനം തന്നെ എടുത്തു കഴിയുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? സെല്ലറുടെ ജോലിയാണ്. അപ്രോപ്രിയേഷൻ ഇൻവോൾവ് സെലക്ഷൻ ഓഫ് ഗുഡ്സ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് യൂസിങ് ദം ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് ആൻഡ് വിത്ത് ദ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദ സെല്ലർ ആൻഡ് ബയർ. അപ്രോപ്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അൺഅസർട്ടൈൻഡ് ആയിട്ട് ഗുഡ്സിനകത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ബയർ ചൂസ് ചെയ്യുന്നതിന് പറയുന്ന പരിപാടി എന്താണ്? അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്താണ് ഡെലിവറി ടു കാരിയർ. നോക്കിക്കോളൂ. When in pursuance of the contract the seller deliver goods to the buyer or to the carrier or to the bailey for the purpose of transmission to the buyer and does not reserve the right of disposal, he is deemed to have appropriated the goods for the purpose of the contract. ഓക്കെ. അതായത് നമുക്ക് സാധനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഏതെങ്കിലും വണ്ടിക്കാരനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ആ സാധനം നമുക്ക് വേണ്ടി വീതിച്ച് തന്നിട്ടുള്ളത് ആണെന്നാണ്. ഓക്കെ. അടുത്താണ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ഓർ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. സെക്ഷൻ 24. In order to push up the sales, generally there is a practice of sending goods to the customer with a clear-cut understanding that he has option to approve or return the goods within a given period of time. This type of sale is known as approval on sale or return. അതായത് സാധനങ്ങളുടെ കച്ചവടം കൂട്ടുന്നതിന് വേണ്ടി ചില ആൾക്കാർ എന്ത് ചെയ്യും, ചില സാധനങ്ങൾ നമുക്ക് ഇനി അയച്ചു തരും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദേ ട്രീറ്റഡ് ആസ് ഇറ്റ് ഈസ് എ സെയിൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. അതിനെ പറയുന്ന പേരാണെന്താ, അപ്രൂവൽ ഓൺ സെയിൽ ഓർ റിട്ടേൺ. ഇൻ സച്ച് എ കേസ് ദ ട്രാൻസാക്ഷൻ ഡസ് നോട്ട് culminate into sale until the goods are approved by the customer and the property in goods still remain with the seller. അപ്പം ഈ കസ്റ്റമർ ഈ സാധനങ്ങൾ എന്താണ് സമ്മതം നൽകാത്തടത്തോളം കാലം ഈ സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം ആരായിരിക്കും? സെല്ലർ ആയിരിക്കും. ഓക്കെ. When the goods are deliverable to the buyer on approval or sale or return or other similar term, the property therein passes to the buyer. അപ്പോൾ താഴെ പറയുന്ന രീതിയിലാണ് സെയിലോ റിട്ടേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണ് എങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നത്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒന്ന്, when he signifies his approval or acceptance to the seller. ഓക്കെ. അതായത് ഒന്നെങ്കിൽ ഈ സാധനം നമ്മൾ കൊടുത്തേക്കുന്ന വ്യക്തി എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ആരുടെ കയ്യിലേക്കാണോ ഈ സാധനം കൊടുത്തേക്കുന്നത് അയാൾ എന്ത് ചെയ്തിരിക്കണം, അപ്രൂവ് ചെയ്തിരിക്കണം, സമ്മതിച്ചിരിക്കണം. ഓക്കെ. Then when he does any other act adopting the transaction, സമ്മതം അറിയിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ അവർ എന്തായിരിക്കണം, തിരിച്ചയക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ സ്പെസിഫിക് ആയിട്ടുള്ള സമയം ചെയ്തിട്ടില്ല എങ്കിൽ, കഴിഞ്ഞിട്ടും തിരിച്ചയച്ചിട്ടില്ല എങ്കിൽ അതും എന്തിനു തുല്യമാണ്, സെയിൽസിന് തുല്യമാണ്. ഓക്കെ. അപ്പോൾ സെയിൽ ഓർ റിട്ടേൺ ബേസിൽ സെയിൽസ് ഏത് രീതിയിലായിരിക്കും നടക്കുക,
രണ്ട് രീതിയിലായിരിക്കും നടക്കുക. ഒന്നാമെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം, നമ്മൾ അയച്ചു കൊടുത്തേക്കുന്ന സാധനം മതി എന്ന് അവർ സമ്മതിച്ചിരിക്കണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മതം അറിയിക്കുന്ന ഇടപാടുകൾ അവർ നടത്തണം. ഓക്കെ, അഡോപ്റ്റ് ചെയ്തിരിക്കണം. അതിനൊരു ഉദാഹരണമാണ് എന്താ, ആ നിശ്ചിത സമയത്തിനുള്ളിൽ സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയക്കാൻ പറയും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ തിരിച്ചയക്കുന്നില്ല എങ്കിൽ അതെന്തായിരിക്കും മക്കളെ, സെയിൽസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് റിസ്ക് പ്രിമാ ഫേസ് പാസ് വിത്ത് ദ പ്രോപ്പർട്ടി. നോക്കണം മക്കളെ, എപ്പോഴും സാധാരണഗതിയിൽ ആരുടെ ആയിരിക്കും റിസ്ക്, സെല്ലറുടെ കയ്യിൽ നിന്ന് ബയറിലേക്ക് കയ്യിലേക്ക് റിസ്ക് എപ്പോഴും ഉടമസ്ഥൻ്റെ കയ്യിലായിരിക്കും എന്താ റിസ്ക്. ഓക്കെ, എപ്പോഴും ഉടമസ്ഥൻ്റെതായിരിക്കും എന്ത് റിസ്ക്. ഓക്കെ, അതായത് നഷ്ടങ്ങൾ വല്ലതും വഹിക്കുകയാണെങ്കിൽ ആര് വഹിച്ചോണം, ഉടമസ്ഥൻ വഹിച്ചോണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നോക്കിയോളൂ. ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ മേക്കിംഗ് ദ കോൺട്രാക്ട്. ഓക്കെ, കോൺട്രാക്റ്റ് നടത്തുന്നതിന് മുമ്പ് ഗുഡ്സ് എന്ത് ചെയ്യുകയാണ്, പെരിഷ് ചെയ്യുകയാണ്. പെരിഷ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നശിച്ചു പോവുകയാണ്. ഓക്കെ, നോക്കിക്കോളൂ. വേർ ദർ ഈസ് എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്, ദ കോൺട്രാക്ട് ഈസ് വോയിഡ് ഇഫ് ദ ഗുഡ്സ് വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ സെല്ലർ ഹാവ് അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് വാസ് മെയ്ഡ് perished or become so damaged as no longer to answer their description in the contract. നോക്കിക്കോളൂ, കോൺട്രാക്റ്റ് അതായത് പെരിഷബിൾ നേച്ചറുള്ള ഗുഡ്സാണ്. കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഗുഡ്സ് എന്ത് ചെയ്തു, നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം. വേർ ദർ ഈസ് എ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്, സ്പെസിഫിക് ഗുഡ്സ് ആണ്. ദ കോൺട്രാക്ട് ഈസ് വോയിഡ്, കോൺട്രാക്ട് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. ഇഫ് ദ ഗുഡ്സ് വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ സെല്ലർ ഹാവ് അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് വാസ് മെയ്ഡ് പെരിഷ്ഡ്, അതായത് കച്ചവടക്കാരനും അറിയത്തില്ല ഈ സാധനം നശിച്ചു പോയതാണെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഈ കച്ചവടം എന്തായിരിക്കും മക്കളെ, വോയിഡ് ആയിരിക്കും, നിലനിൽക്കാത്തതായിരിക്കും. കാരണം സബ്ജക്റ്റ് മാറ്റർ ഇല്ലാതെയായി പോവുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ ദ സെയിൽ ബട്ട് ആഫ്റ്റർ ദ എഗ്രിമെൻറ്റ് ടു സെയിൽ. സാധനങ്ങൾ എന്താണ്, കച്ചവടം നടത്തുന്നതിന് മുമ്പ് നശിച്ചു പോയി, പക്ഷേ എഗ്രിമെൻറ്റ് ടു സെയിൽ കഴിഞ്ഞിട്ട് കച്ചവടം നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്, നശിച്ചു പോയി. Okay, where there is an agreement to sell specific goods and subsequently the goods without any fault on the part of the seller or buyer perish or become so damaged as no longer to answer their description in the agreement before the risk passes to the buyer, the agreement there is thereby void. ഓക്കെ, അപ്പോൾ ഇവിടെയും അതായത് ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ ദ സെയിൽ ബട്ട് ആഫ്റ്റർ ദ എഗ്രിമെൻറ്റ് ടു സെയിൽ ആണെങ്കിലും ഈ എഗ്രിമെൻറ്റുകൾ എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. ഓക്കെ, അത് സെയിൽ ബൈ പേഴ്സൺ നോട്ട് ദ ഓണർ ഓർ നിമോ ദാറ്റ് ക്യൂ ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമസ്ഥനല്ലാത്ത വ്യക്തിക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല, സാധനങ്ങൾ വിൽക്കാനെ കൊണ്ട് പറ്റത്തില്ല. നിമോ ദാറ്റ് ക്യൂ ഹാബിറ്റ് മീൻസ് ദാറ്റ് നോ വൺ ക്യാൻ ഗീവ് വാട്ട് ഹി ഹിംസെൽഫ് ഡസ് നോട്ട് ഹാവ്. നമുക്കില്ലാത്തതൊന്നും നമ്മളതല്ല. ഓക്കെ, ഇറ്റ് മീൻസ് a non-owner cannot make a valid transfer of the property in goods. ഉടമസ്ഥനല്ലാത്ത ഒരു വ്യക്തിക്ക് ആ സാധനങ്ങൾ എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല, കൈമാറ്റം ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഉടമസ്ഥനല്ലാത്ത വ്യക്തികൾക്കും എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും, സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ പറ്റും. അതാണ് ഒന്ന് സെയിൽ ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. നമ്മൾ ഈ കൺസൈനി റിലേഷൻഷിപ്പ് ഒക്കെ അക്കൗണ്ടൻസിക്കകത്ത് പഠിക്കത്തില്ലേ. അപ്പോൾ അതിനകത്ത് ഈ കൺസൈനി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സാധനങ്ങൾ വിൽക്കാനെ കൊണ്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏജൻറ്റിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലല്ലാതെയുള്ള സാധനം വിൽക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണേഴ്സ്, ഒന്നിലധികം ജോയിൻറ്റ് ഓണേഴ്സ് ഉണ്ട് എങ്കിൽ ഇതിലേതൊരു വ്യക്തിക്ക് വേണേലും എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും, സാധനങ്ങൾ വിൽക്കാനെ കൊണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ദെൻ സെയിൽ ബൈ എ പേഴ്സൺ പൊസഷൻ അണ്ടർ വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് കൈവശം വന്നേക്കുന്ന സാധനങ്ങളാണ് എങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വോയിഡബിൾ ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ ബയ്യർക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഉടമസ്ഥാവകാശം കിട്ടും. എങ്ങനെയാണെങ്കിൽ ഈ തന്നവനെ വിശ്വസിച്ച്, ഓക്കെ, ഉടമസ്ഥൻ്റെ ടൈറ്റിൽ എന്ന് വെച്ചാൽ ഉടമസ്ഥാവകാശം തെറ്റാണെന്ന് അറിയാതെ നമുക്ക് സാധനങ്ങൾ തന്നവൻ്റെ സാധനം തന്നെയാണെന്ന് വിശ്വസിച്ച് നമ്മൾ ആ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ആ കോൺട്രാക്റ്റ് എന്തായിരിക്കും, വാലിഡായിട്ട് മാറും. ഇല്ലെങ്കിൽ അതെന്തായിരിക്കും, വോയിഡബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ സെയിൽസ് ബൈ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, സെയിൽസ് ബൈ എസ്റ്റോപ്പിൾ, സെയിൽസ് ബൈ ഒഫീഷ്യൽ റിസീവർ ഓർ അസൈനി. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം
ഈ സാഹചര്യങ്ങളിലൊക്കെ സെയിൽസ് ബൈ സെല്ലർ ഓർ ബയർ ഇൻ എ പൊസഷൻ ആഫ്റ്റർ സെയിൽസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു 4-5 സാഹചര്യങ്ങൾ, വലിയ കഥയുള്ള കേസുകളല്ല, ഈ നോൺ ഓണറായിട്ടുള്ള വ്യക്തിക്ക് വേണേലും സാധനങ്ങൾ എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും, വിൽക്കാനെ കൊണ്ട് പറ്റും. ആ ഹെഡിങ് മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് അല്ലെങ്കിൽ ടോപ്പിക്കാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.